Hi dears, welcome back to Mayflower. Today we are discussing the topic globalization that is included in the paper Cultural Studies. It is a paper for third sem UG students of Calicut University. Calicut University third sem വിദ്യാർത്ഥികൾക്കുള്ള പേപ്പറാണ് കൾച്ചറൽ സ്റ്റഡീസ്. ഈ പേപ്പറിലെ ഒരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ. സാധാരണ എസ്സേക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. Globalization is a process of interaction and integration among people, companies, government, all through the world. ലോകത്തിൽ മൊത്തത്തിലുള്ള ജനങ്ങൾ, അതേപോലെ തന്നെ ഗവൺമെൻറ്, കമ്പനികൾ ഇവയുടെ പരസ്പരമുള്ള ആ ഒരു ഇൻ്ററാക്ഷൻ, പരസ്പരമുള്ള പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ അവയുടെ പരസ്പര ധാരണ, ഇതൊക്കെ ഉൾപ്പെടുന്ന ആ പ്രക്രിയയ്ക്കാണ് ഗ്ലോബലൈസേഷൻ എന്നറിയപ്പെടുന്നത്. It has accelerated since 18th century due to the advancement in science and technology and transport and communication. 18ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന ആശയം നിലവിൽ വരുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫലമായിട്ട് വ്യവസായ വിപ്ലവം, 18ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവത്തിലൂടെയാണ് ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, മോഡേണൈസേഷൻ തുടങ്ങിയ ആശയങ്ങൾ നിലവിൽ വരുന്നത്. ഈ ഗ്ലോബലൈസേഷൻ വന്നതിലൂടെ സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിലാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. ഗ്ലോബൽ ഇൻ്ററാക്ഷൻ കോസ്ഡ് ഗ്രോത്ത് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ബിലീഫ്സ് ആൻഡ് കൾച്ചർ. ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഇൻ്റർനാഷണൽ ട്രേഡ്, അന്തർദേശീയ വ്യാപാരവും വ്യവസായവും ഒക്കെ പുരോഗതി പ്രാപിച്ചു. അതേപോലെ തന്നെ പരസ്പര കൈമാറ്റം ഉണ്ടായി. അതായത് ആശയങ്ങൾ, വിശ്വാസങ്ങൾ, സംസ്കാരം തുടങ്ങിയവയുടെ ഒരു കൈമാറ്റം. അതായത് മറ്റു രാജ്യങ്ങളുടെ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങി, നമ്മളുടെ ആശയങ്ങൾ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. അതേപോലെ മതവിശ്വാസങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കൾച്ചർ ആയിക്കോട്ടെ, നമ്മളുടെ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം പല രാജ്യങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ സംസ്കാരം നമ്മളും സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമ്മളും അനുകരിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രക്രിയയാണ് ഗ്ലോബലൈസേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് പ്രൈമർലി ആൻ ഇക്കണോമിക് പ്രോസസ് ഓഫ് ഇൻ്ററാക്ഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ്. പൊതുവേ ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്നതൊരു ഇക്കണോമിക് പ്രോസസ്സാണ്. അതുമായിട്ട് സാമ്പത്തിക പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ആണ്, സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു ഗ്ലോബലൈസേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ദെൻ ഹൗവർ വി ക്യാൻ സീ ഡിബേറ്റ് ആൻഡ് ഡിസ്പ്യൂട്ട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് മോഡേൺ ഗ്ലോബലൈസേഷൻ. മോഡേൺ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന വാക്കിൽ ഒരുപാട് തർക്കങ്ങളുണ്ട്. അതായത് ഗ്ലോബലൈസേഷൻ ഒരുപാട് പോരായ്മകളുണ്ട് എന്നൊക്കെ തർക്കങ്ങളുണ്ട് എങ്കിൽ തന്നെയും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൂടെ, ഈ ഗ്ലോബലൈസേഷനിലൂടെ പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടായി, അതേപോലെ ജനങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടായി, ആശയങ്ങൾ പരസ്പരം കൈമാറാൻ പറ്റി. അങ്ങനെ ഒരുപാട് ആശയങ്ങൾ, അതേപോലെ കൾച്ചർ, സംസ്കാരവും, അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് പല ബന്ധങ്ങളുണ്ടായി. പക്ഷേ ഒരുപാട് പോരായ്മകളും ഈ ഗ്ലോബലൈസേഷൻ ഉണ്ട്. In 2000, the International Monetary Fund, that is IMF, identified 4 basic aspects of globalization. 2000 IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന സംഘടന 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഗ്ലോബലൈസേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി. ദേ ആർ ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷൻ, കൈമാറ്റത്തിൻ്റെ മേഖലയിൽ, അതേപോലെ വ്യാപാരത്തിൻ്റെ മേഖലയിലൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി. ദെൻ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൂവ്മെൻറ്റ്, മൂലധനം, അതേപോലെ തന്നെ അതിലെ നിക്ഷേപം, ഈ മേഖലകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഗ്ലോബലൈസേഷന് കൊണ്ടുവരാൻ സാധിച്ചു. അടുത്തതായിട്ട് പറയുന്നത് മൈഗ്രേഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ മൈഗ്രേഷൻ മീൻസ് മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജനങ്ങൾ പോകുന്നത് ഈ ഗ്ലോബലൈസേഷനിലൂടെ എളുപ്പമായി മാറി. അതായത് അവർക്ക് സൗകര്യമായ രീതിയിൽ ആ ജീവിത സൗകര്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോബിനനുസരിച്ച് സിറ്റി ലൈഫിലേക്ക് മാറാനും ഒക്കെ അവർക്ക് സാധിച്ചു. ആൻഡ് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് നോളജ്, ഈ വിവരത്തെ, അല്ലെങ്കിൽ ആ ഒരു നോളജ് എന്ന് പറയുന്നത് സ്കില്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം. പണ്ട് സ്കിൽഡായിട്ടുള്ള ആളുകൾ മാത്രമേ ആ ജോലി ചെയ്യാവൂ എന്നില്ല. ഏത് പണിയും അറിയുന്നവൻ അത് ചെയ്യുന്നതാണ്.
പക്ഷെ ഇപ്പോൾ ആ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിലാണെങ്കിൽ തന്നെയും ഇത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ മാത്രമേ അവിടെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. പണ്ടാണെങ്കിൽ ഏത് സബ്ജക്റ്റും പഠിച്ച ഒരാൾക്ക് LP UP അല്ലെങ്കിൽ ആ ഒരു BEd ആ ഒരു സിസ്റ്റം പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു. അതായത് എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്ത ആൾ മാത്രമാണ്, ഇംഗ്ലീഷിൽ BEd അങ്ങനെ കഴിഞ്ഞവർക്ക് മാത്രമേ, ഇംഗ്ലീഷ് സബ്ജക്റ്റ് മെയിൻ എടുത്ത് പഠിച്ച ആളുകൾക്ക് മാത്രമേ ഇംഗ്ലീഷ് വിഷയം പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും അല്ലെങ്കിൽ ആ ഒരു അറിവിന് അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിന് ഒരു പ്രത്യേക ഒരു ഡിവിഷൻ കൊടുത്തു. Then economically, globalization involves the economic resources of capital, technology, data, exchange of goods and services, etc. സാമ്പത്തികമായിട്ട് നമ്മൾ പറഞ്ഞു ഗ്ലോബലൈസേഷൻ എന്ന വാക്ക് ഈ ഒരു സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഉൾക്കൊള്ളുന്നത് ക്യാപിറ്റൽ മൂലധനം, അതേപോലെ ടെക്നോളജി സാങ്കേതിക വിദ്യ, ഡാറ്റ വിവരശേഖരണം അല്ലെങ്കിൽ വിവരങ്ങളുടെ അറിവ്, ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളും മറ്റ് സേവനങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യുന്നത്, ഇതൊക്കെ ഉൾപ്പെട്ട ഒരു പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ. ദ റൈസ് ഓഫ് ടെലഗ്രാഫ്, ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ ഫോൺസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റലിസം. ഈ ഒരു ഗ്ലോബലൈസേഷനെ വർദ്ധിപ്പിച്ചത് ടെലഗ്രാഫിൻ്റെ കണ്ടുപിടുത്തം, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ ഇവയൊക്കെ വന്നതോടുകൂടിയാണ് ഈ ഗ്ലോബലൈസേഷൻ വേഗത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയത്. The improvement in infrastructure became a major factor in globalization that led to the independent growth of economies and cultural activities. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളുടെ വളർച്ച. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബേസിക് നീഡ്സ് ഉണ്ട്. ആ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് ആ ബേസിക് നീഡ്സൊക്കെ അതിൽ പുരോഗതിയുള്ള സമയത്താണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുരോഗതി ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഒരു ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ബേസിക് സ്ട്രക്ചറിൽ പുരോഗതി ഉണ്ടായി. അത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് ഈ വ്യവസായ സ്ഥാപനങ്ങളെയും അതേപോലെ തന്നെ വ്യാവസായികമായ ഫീൽഡിൽ ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് സഹായിച്ചു. ദെൻ ഗ്ലോബലൈസേഷൻ പ്രോസസ് അഫക്റ്റ് ബിസിനസ്, ഓർഗനൈസേഷൻസ്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റിസോഴ്സസ്, ദെൻ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എക്സെട്ര. ഈ ഒരു ഗ്ലോബലൈസേഷൻ പ്രോസസ്സ് വ്യവസായത്തെ ബാധിച്ചു, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ സംഘടനകളെ ബാധിച്ചു. ദെൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റിസോഴ്സസ് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള വിഭവങ്ങളെ സ്വാധീനിച്ചു, അതേപോലെ തന്നെ നമ്മളുടെ പ്രകൃതിയെയും സ്വാധീനിച്ചു. Then academic literature commonly divides globalization into 3 areas. Academic literature ഗ്ലോബലൈസേഷനെ 3 ഏരിയ ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എക്കണോമിക് ഗ്ലോബലൈസേഷൻ, ദെൻ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. 3 ഗ്ലോബലൈസേഷനാണ്: കൾച്ചറൽ ഗ്ലോബലൈസേഷൻ, അതേപോലെ തന്നെ ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ. Economic globalization means economic interdependence of national economies throughout the world for a rapid increase in goods and services. സാധനങ്ങളും സേവനങ്ങളും വേഗത്തിൽ തന്നെ കൈമാറ്റം ചെയ്യുന്നതിന് പരസ്പരം രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. It comprises globalization of production, which refers to the obtainment of goods and services from a particular resource or particular source, and it benefit from difference in cost and quality. ഈ സാധനങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാകുന്ന അവസരത്തിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും. അതായത് കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ വിലയിൽ, അതേപോലെ തന്നെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാകും. അതായത് ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ വില കുറഞ്ഞ അവസരത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് കിട്ടുന്നതിന് ഈ ഗ്ലോബലൈസേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്കണോമിക് ഗ്ലോബലൈസേഷൻ എന്നത് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ വ്യാപാരപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിലെ പ്രധാന ലക്ഷ്യം ഗുഡ്സ് ആൻഡ് സർവീസസ് വേഗത്തിൽ എത്തിക്കുക. ആൻഡ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി പ്രൊവൈഡഡ് അറ്റ് ലോ കോസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി. ഹൈ ക്വാളിറ്റിയിൽ അതേപോലെ തന്നെ ലോ പ്രൈസിൽ മറ്റുള്ളവർക്ക് സാധനങ്ങളും അതേപോലെ സേവനങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് എക്കണോമിക്
globalization. Then next one is cultural globalization. It means the transmission of ideas, meanings and values around the world in a way to extend and intensify social relations. സോഷ്യൽ റിലേഷൻസ്, സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സേവനങ്ങൾ, അതേപോലെ തന്നെ ആശയങ്ങൾ, വിശ്വാസങ്ങൾ, ബിലീഫ്സ്, ഇതൊക്കെ ട്രാൻസ്മിഷൻ, കൈമാറ്റം ചെയ്യുന്നതിനെയാണ് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്നത് അർത്ഥമാക്കുന്നത്. This process is marked by the concept of culture, often used in the media, internet, power culture, popular culture, etc., and also from international travels. ഈ ഒരു കൾച്ചറൽ ഗ്ലോബലൈസേഷനിലൂടെ അതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ, ഐഡിയാസ്, ആശയങ്ങളുണ്ട്, അതേപോലെ തന്നെ മതവിശ്വാസങ്ങളുണ്ട്, കൾച്ചറൽ ട്രാൻസ്മിഷൻ, സാംസ്കാരികമായിട്ടുള്ള കൈമാറ്റം, അത് നമ്മൾ മീഡിയയിലും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ കാണുന്ന പവർ കൾച്ചർ, പോപ്പുലർ കൾച്ചർ, ഇവയിലൂടെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണ് ഈ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ. ആൻഡ് നൗ new technology and communication help to integrate different cultures. New technology and communication integrate different cultures. പുതിയ ടെക്നോളജി, അതേപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യകൾ, ഇതൊക്കെ പല പല സംസ്കാരങ്ങളെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ സ്പോർട്സ് മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കും. സ്പോർട്സിൻ്റെ മേഖലയിലും ഈ ഒരു സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ദി ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഫിഫ വേൾഡ് കപ്പ് ഈസ് ദി മോസ്റ്റ് വൈഡ്ലി വ്യൂഡ് ഇവൻറ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഫിഫ വേൾഡ് കപ്പ് എല്ലാവരും കാണുന്ന ഒരു സംഭവമാണ്. ആ ഒരു ഏകോപനം, ആശയങ്ങളുടെ ഏകോപനം, അതേപോലെ തന്നെ വിശ്വാസങ്ങളുടെ ഏകോപനമൊക്കെയാണ് ഈ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൾച്ചറുമായിട്ട് ഡിഫറെൻറ്റ് കൾച്ചർ ഏകോപിപ്പിക്കുക, അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷനാണ് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ. Then the next one is a political globalization, രാഷ്ട്രീയപരമായിട്ടുള്ള ഗ്ലോബലൈസേഷൻ. It refers to the growth of worldwide political system both in size and complexity. ഈ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സിസ്റ്റത്തെ, രാഷ്ട്രീയ വ്യവസ്ഥയെ ഒന്നിപ്പിക്കുന്നതിനെയാണ് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് നാഷണൽ ഗവൺമെൻറ്, ഗവൺമെൻറ്റൽ ആൻഡ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, then global civil society, civil or social organizations, etc. ഇതിൽ പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ ഉൾപ്പെടുന്നത് നാഷണൽ ഗവൺമെൻറ്റുകൾ, പിന്നെ ഓരോ രാജ്യത്തെയും ഗവൺമെൻറ്റുകൾ, അതേപോലെ തന്നെ ഗ്ലോബൽ സിവിൽ സൊസൈറ്റി, സമൂഹങ്ങൾ, സാമൂഹിക സംഘടനകൾ, ഇതിൻ്റെ ഒക്കെ ബന്ധമാണ് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. Key factor of political globalization is the declining importance of nation state. നേഷൻ സ്റ്റേറ്റ് എന്ന ആശയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ പ്രാധാന്യം ഇല്ലായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ്റെ പ്രത്യേകത. ദ ക്രിയേഷൻ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UNO എന്ന സംഘടനയുടെ രൂപീകരണമാണ് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ആ ഒരു പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷനിലൂടെ UNO എന്ന സംഘടന മറ്റ് രാജ്യങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാനും അതിനെ ഏകോപിപ്പിക്കാനും ആ പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കി സോൾവ് ചെയ്യാനും ഒക്കെ ആ ഒരു ഇടപെടൽ നടത്താൻ അങ്ങനെ ഒരു സംഘടന ഉള്ളതാണ് ഈ പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഈസിയർ ടു ട്രാവൽ. നമ്മൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആ ഒരു സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം എളുപ്പമാക്കി മാറ്റി. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ പണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു സംഭവം ഇപ്പോൾ വളരെ വേഗത്തിലാക്കാൻ പറ്റി. അതേപോലെ തന്നെ കൾച്ചറൽ ഇൻ്റർചേഞ്ച് ഓർ എക്സ്ചേഞ്ച്, സാംസ്കാരികമായിട്ടുള്ള നല്ല ആശയങ്ങൾ നമുക്ക് സ്വീകരിക്കാനും അതേപോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആശയങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് സ്വീകരിക്കാനും ഒരു ഇടയാക്കൽ ഈ ഗ്ലോബലൈസേഷനിലൂടെ സാധിച്ചു. ദെൻ ബെറ്റർ ആൻഡ് ചീപ്പർ അവൈലബിലിറ്റി ഓഫ് ടെക്നോളജി. വളരെ കുറഞ്ഞ പൈസയ്ക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റിയുള്ള ടെക്നോളജി, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ലഭ്യമായി. ദെൻ ഈസിയർ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിക്കം മോർ ഈസിയർ. കയറ്റുമതിയും ഇറക്കുമതിയും വളരെ വേഗത്തിലാകാൻ ഗ്ലോബലൈസേഷൻ ഇടയാക്കി.
ദെൻ വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ്റെ കോട്ടങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ. അതായത് മെഷീൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി റവല്യൂഷൻ, വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് മെഷീൻ ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടായി. മെഷീൻസ് ധാരാളമായി ഉപയോഗിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടമായി. അങ്ങനെ ദെൻ കെയിം ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബറേഴ്സ്. ഈ ഒരുപാട് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമായതോടുകൂടി അതിലുള്ള സ്കിൽഡായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. മുതലാളിമാർ സെലക്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ വർദ്ധിച്ചു. ദെൻ നെക്സ്റ്റ് വൺ, ലോസ് ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി ഡ്യൂ ടു ദ മിക്സ് ഓഫ് കൾച്ചർ. പല സംസ്കാരങ്ങൾ ഒന്നു ചേർന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഇൻഡിജിനിറ്റി അല്ലെങ്കിൽ ആ ഒരു തനിമ, സംസ്കാരത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വൺ, കോമ്പീറ്റൻസ് ഓഫ് സ്മോൾ കമ്പനീസ് വിത്ത് മൾട്ടിനാഷണൽ കമ്പനീസ്. പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ വൻകിട കമ്പനികളുമായിട്ട് ചെറുകിട കമ്പനികൾക്ക് മത്സരിക്കേണ്ടതായിട്ട് വന്നു, കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവരെ മത്സരിച്ച് ആ ഒരു മത്സര ബുദ്ധി എന്ന ആ ഒരു ആശയം ബിസിനസ്സിലേക്ക് വന്നതും ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. എസ്സേക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.